ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചെറുപയർ ഉലർത്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് കാണിച്ചു തരാം. 1/4 കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഇപ്പം 2 മണിക്കൂറോളമായി ഇത് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അതുകൊണ്ട് എളുപ്പം സ്റ്റവിൽ തന്നെ വെച്ച് വേവിച്ച് കാണിച്ചു തരാം. അതുകൊണ്ട് എളുപ്പം വെന്തോളും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കും. ഇച്ചിരി ഏറെ വെള്ളം കിടന്നോട്ട്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇരുന്ന ചേരുവകളും മസാലകളും ഇതെങ്ങനെയാണ് ഉലർത്തി ഇതിപ്പം കിടന്ന് വേകട്ടെ. നല്ലപോലെ വേകണം, നല്ലപോലെ ഒന്ന് വെന്തളിയണം. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കുവാണ്. നല്ലപോലെ വെന്തു. ഇതിങ്ങനെയാണ്, ഇതേ രീതിയിൽ ഇരുന്നാൽ മതി. ആവശ്യത്തിന് വേണ്ടുന്ന ചാറുമുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം കാണിക്കും. പാൻ അടുപ്പേ വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 സ്പൂണ് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് ഇനി ആവശ്യത്തിന് വേണ്ടുന്ന കടുക് ഇടുവാണ്. 1 സ്പൂൺ ജീരകം ഇടുവാണ്. കടുകും ജീരകവും പൊട്ടി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സവാള, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, അതിന് 3-4 കീറിയത്, വറ്റൽമുളക് ഒരെണ്ണം, ആവശ്യത്തിന് 2 തണ്ട് കരിയാപ്പലി. നല്ലപോലെ മൂത്തിട്ട് നല്ലപോലെ മൂത്ത് സ്റ്റൗ സ്ലോ ആക്കി വെച്ച് നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടി, അതായത് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ്, 2ഉം കൂടെ മിക്സ് ചെയ്തതാണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു തക്കാളി. ഇതൊന്ന് മൂക്കട്ടെ. ഈ മുളക് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് തക്കാളിയും കൂടെ ഒന്ന് വേവ് കയറി കഴിഞ്ഞിട്ട് 1/4 സ്പൂൺ ഉപ്പ്, ചെറിയ സ്പൂണാണ്, വേവിച്ച് വെച്ചിരിക്കുന്ന പയർ. ശകലം ചൂടുവെള്ളത്തോടു കൂടി ബാക്കിയുള്ള പയറും കൂടി ഇതിനകത്തോട്ട് അരിച്ചൊഴിക്കട്ടെ. അതിൻ്റെ കൂടെ ഒരു ശകലം ചൂടുവെള്ളം കൂടെ. ഇത് ചൂടുവെള്ളമാണ്. നല്ല രുചികരമായ ഒരു ചെറുപയർ ഉലർത്താണ്. ലൂസോട് ഇച്ചിരി ഗ്രേവിയോട് കൂടിയ ഉലർത്ത. ഇതാകുമ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഇതേ ലൂസ് മോഡലിൽ അധികം അങ്ങനെ ഡ്രൈ ആയി പോകാതെ ഒരു ശകലം ഗ്രേവിയോട് മതി. ഇതിപ്പം റെഡിയായി. ഇച്ചിരി വെള്ളം ഗ്രേവിയും കൂടെ ഇച്ചിരി ലൂസാക്കി വെക്കുവാണെങ്കിൽ അതൊരു കറിയാക്കി എടുക്കാം. ഈ രീതിയിൽ എടുക്കാമെങ്കിൽ അതൊരു ഉലർത്തായിട്ടും കൂട്ടാം. നല്ല രുചികരമാണ്. ചെയ്തു നോക്ക്. ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്ക്. നല്ല രുചികരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ.